കാക്കനാട് വൻ അഗ്നിബാധ. തൃക്കാക്കര ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാക്കനാട് തുതിയൂർ പാലച്ചുവട് റോഡിന് സമീപത്തുള്ള സച്ചിൻ റോഡിലുള്ള മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചത്. ഇത് തുതിയൂർ കാളച്ചാൽ തോടിന്റെ തൊട്ട് ചേർന്നുള്ള സച്ചിൻ റോഡാണ്. ഇവിടെ മാലിന്യം സ്ഥിരമായി തള്ളുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആ വാഹനം ഉൾപ്പെടെ പിടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. ഈ വണ്ടിയുടെ ആളാരാ? ഇവിടെ വണ്ടിയുടെ ആളില്ല മോനെ. ആരാ നമ്മളാരാ? വണ്ടിയുടെ ആളില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വണ്ടിയുടെ ആളാരാ? വണ്ടിയുടെ ആളാരാ? ഇപ്പൊ എന്താ എവിടെ ആള് വന്ന് എടാ കൂടാതൊന്നും വിളിക്കണ്ട, മാന്യമായിട്ട് സംസാരിക്കും. ആരാ ആരാ ആരാ? ചേട്ടാന്നും വിളിക്കണ്ട. നിങ്ങളൊന്ന് നോക്കി ഈ വഴിയൊന്ന് നോക്കി, അങ്ങ് അറ്റം വരെ നോക്കി. നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഇടണല്ലോ, ഇന്ന് ഇത് ആദ്യമായിട്ട് ഇടണല്ലോ. സ്ഥിരം വന്ന ആളാണ് നിങ്ങളൊക്കെ പതുങ്ങിയിരുന്ന് പിടിച്ചാണ് ഇത് ശരിക്കും. ഉണ്ടല്ലോ ഇവിടെ ഇതൊരു വഴിയാണിത്, ഇത് പൊതുവഴിയാണിത്. ഈ വഴിയിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത്. ഇതിപ്പോ ഒരു 2 വീലർ ഈ വഴി പോവോ? ഇല്ല, പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഒരു മഴ പെയ്ത ഒലിച്ചിറങ്ങുന്ന സമീപത്തെ കിണറുകളിലേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ തട്ടിയിട്ട് പോയാൽ മതി. ഇവിടെ സമീപത്ത് ജീവിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ റോഡ് മുഴുവനും, ഈ പറമ്പുകൾ മുഴുവനും പ്ലാസ്റ്റിക് മാലിന്യമാണ്. നമുക്ക് കാണാം ഇവിടെ തൊട്ടു ചേർന്നുള്ള റോഡുകൾ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യമാണ്. ഇപ്പം പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീപിടിച്ചു. തൃക്കാക്കര ഫയർഫോഴ്സിൽ നിന്ന് അവർ വന്ന് ഇത് തീ അണക്കുന്നതാണ് കാണുന്നത്. ഏതായാലും ഇതുപോലെ തീ പിടിക്കുന്ന അവസ്ഥയാണ് തൃക്കാക്കരയുടെ വിവിധ സ്ഥലങ്ങൾ. നമുക്കറിയാം ഈ പ്രദേശത്ത് മുഴുവനും മാലിന്യം തള്ളി, ഇതുപോലുള്ള പ്ലോട്ടുകളിലും തൊട്ട് ചേർന്നുള്ള ഈ റോഡ് മുഴുവനും മാലിന്യം തള്ളിയിരിക്കുകയാണ്. നിറയെ പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക്കിന് ഇതുപോലെ വെയിൽ പിടിക്കുമ്പോൾ, നല്ല ചൂടാകുമ്പോൾ ഇത് കത്ത് പിടിക്കുന്നു. ഇത് ഫയർഫോഴ്സിന്റെ ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കുകൾ റോഡുകളിലും മറ്റ് പ്ലോട്ടുകളിലൊക്കെ തള്ളുമ്പോൾ കിടത്താനും, അതുകൂടാതെ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യം പൊതുനിരത്തിൽ, തൃക്കാക്കരയുടെ പൊതുനിരത്തിൽ തള്ളുമ്പോൾ അത് കഴുകിക്കളയലും, ഇങ്ങനെയുള്ള ഇതെല്ലാമാണ് ഇപ്പൊ തൃക്കാക്കരയിലെ ഫയർഫോഴ്സിന്റെ ജോലി. ഏതായാലും ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും. സാധാരണ പുല്ലുകളോ അങ്ങനെയുള്ളതൊക്കെ തീ പിടിക്കാറുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അത് തീ പിടിച്ച് അത് കിടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്രഹ്മപുരത്തെ അവസ്ഥ നമുക്കറിയാം. ആ ഒരു സ്ഥിതി ഇപ്പൊ തൃക്കാക്കരയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സച്ചിൻ റോഡ്, ഏകദേശം 500 മീറ്റർ ദൂരമുണ്ട്. ഈ റോഡ് മുഴുവനായും ഇരു സൈഡിൽ മാത്രമല്ല റോഡിന്റെ നടുക്കുൾപ്പെടെ കംപ്ലീറ്റ് ആൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങളാണ്. അത് നിങ്ങൾക്ക് കാണാം, എൻ്റെ ഇരുവശങ്ങളിലുമായി കാണാം. ഒരുപാട് മാലിന്യങ്ങളാണ് തള്ളിയിട്ടുള്ളത്. ഇത് വീട്ടിലെ മാലിന്യങ്ങൾ മാത്രമല്ല, വർക്ക്ഷോപ്പുകളുടെ, അതുപോലെ തന്നെ മുടിവെട്ട് കടയിലെ മാലിന്യം, അങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ കവറുകളിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട്. അപ്പോൾസറി കടകളിലെ മാലിന്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരമായിരിക്കുകയാണ് ഈ ഒരു പ്രദേശം. ഏതായാലും തൃക്കാക്കര ഫയർഫോഴ്സ് കൃത്യമായും ഇത് തീ അണച്ചതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായത്. നമ്മൾക്കറിയാം ബ്രഹ്മപുരത്തുണ്ടായ അവസ്ഥ നമ്മൾക്കറിയാം. അവിടെ തീ പിടിച്ചപ്പോൾ ഉണ്ടായ പരിസരവാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾക്കറിയാം. ആ ഒരു ദുരന്തം ഇവിടെ ആവർത്തിച്ചത്. ഇത് തൃക്കാക്കര നഗരസഭയുടെ 20ാം ഡിവിഷനാണ്. നമുക്കറിയാം ഓരോ പ്രദേശത്തെക്കുറിച്ചും ആ പ്രദേശത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനും ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എല്ലാം നമ്മുടെ അതാത് പ്രദേശത്തെ വാർഡ് കൗൺസിലർമാരൊക്കെയാണ് മുന്നിട്ട് ഇറങ്ങുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഏതായാലും ഇതുപോലെയുള്ള ആവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഇപ്പോൾ ഇത് ഫയർഫോഴ്സ് അത് കൃത്യമായി അത് തീ അണച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവനായും കത്തിയേനെ, അന്തരീക്ഷം മലിനമായേനെ. ഇത്രത്തോളം രൂക്ഷമായ സാഹചര്യം ഉണ്ടായിട്ടും തൃക്കാക്കര നഗരസഭ ഇതിനെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതും വിചിത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ മാലിന്യം ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ തൊട്ടടുത്തുള്ള നാട്ടുകാരാണ് പിടികൂടിയത്. എന്നിട്ട് നഗരസഭ അതിന് ഈടാക്കിയത് 10,000 രൂപ മാത്രം. 50,000 രൂപയെങ്കിലും മിനിമം ഈടാക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ വീണ്ടും ആവർത്തിക്കാതിരുന്നേനെ. ഈ കിടക്കുന്ന മാലിന്യം കണ്ടോ? ഈ കിടക്കുന്ന മാലിന്യം ഒരുപാട്, ഇപ്പം ഒരു 3 അടി ഉയരത്തിൽ ഈ മാലിന്യം കിടക്കുന്നുണ്ട്. ഇതുപോലെ ഈ റോഡിന്റെ അങ്ങ് അറ്റം വരെ ഏകദേശം 500 മീറ്റർ ദൂരത്തിൽ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രത്തോളം മാലിന്യം കൊണ്ടുവന്നിട്ടിട്ട് എന്തുകൊണ്ട്
ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നഗരസഭ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായിട്ടുള്ള ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണ്? അധികാരികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പ്രതികരണം എന്താണ്? തീർച്ചയായും പ്രതികരണം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ഇടുന്നവരും അധികാരികളും അവരുടെ കണ്ണുകൾ തുറക്കാൻ ഇത് പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം നന്മ 24നോടൊപ്പം എല്ലാവരും കൈകോർക്കാൻ നന്മ 24 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.